ഹേ ഗായ്സ്, വെൽക്കം ടു ഈഷ സ്പൈസി ഫെസ്റ്റിവൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പിരിഞ്ഞ പാലും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു സ്വീറ്റ് നമ്മൾ പേട കഴിക്കുന്ന അതേ സ്വാദിലാണ്. ഇത് നമ്മൾ കലാക്കന്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പിയിലോട്ട് കടക്കാം. ഇപ്പോൾ പിരിഞ്ഞ പാലെടുത്ത് ഞാൻ ഓൾറെഡി സ്ട്രെയിൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം രീതിയിലാണ്. നിങ്ങളുടെ വീട്ടിൽ പാല് പിരിഞ്ഞിട്ടില്ല എങ്കിൽ അത് ജസ്റ്റ് 1 ലിറ്റർ പാലെടുക്കുക. പാലെടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് പാല് പിരിഞ്ഞ് കിട്ടും. ആ പാല് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഒരു വെള്ള തുണിയിൽ സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പിരിഞ്ഞ പാലിന് പകരം നമുക്ക് പനീരാണല്ലോ ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി പാൻ എടുത്ത് ഇതിലോട്ട് ഒരു 1/2 ലിറ്റർ പാലൊന്ന് ചേർത്ത് കൊടുക്കാം. പാൽ ഇതുപോലെ പാനിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ പഞ്ചസാര നന്നായിട്ട് പാൽ അലിഞ്ഞു വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു പിഞ്ച് നമ്മുടെ സാഫ്രോൺ, അതായത് നമ്മുടെ കേസർ ആഡ് ചെയ്ത് കൊടുക്കാം. കേസർ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കളറും ഒരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ കേസർ ഇല്ലെങ്കിൽ ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാൽ ഏകദേശം കുറുകി വരുന്ന ആ ഒരു പരുവം ആയി കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മൾ കുറച്ച് മുന്നേ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പിരിഞ്ഞ പാലിൻ്റെ നമ്മുടെ മിശ്രിതം നമുക്കിതിലോട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കുറേശ്ശെ ആഡ് ചെയ്ത് പോവാം കേട്ടോ. നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്യുന്നത് പാലിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് പോണത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പാലിൽ ആ ഒരു പിരിഞ്ഞ പാല് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഏകദേശം കുറുകി നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തുള്ളൂ കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ മോളുടെ ടിഫിൻ ബോക്സ് ആണ്. അതിൽ നെയ്യ് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സറിൽ നമുക്ക് ഇതിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊരു സ്പാച്ചിൽ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് നട്ട്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാണാനൊരു ഭംഗിയുമായിരിക്കും. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണ് ഉള്ളത് അതെന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. ഞാനിവിടെ കാഷ്യൂ നട്ട്സും ബാദാമാണ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലിട്ട് ഒരു 1 hour to 2 hours 1 to 2 മണിക്കൂർ ഇത് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കിന് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പുറത്തോട്ട് വെച്ചാൽ മതി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റ് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നിങ്ങൾക്ക് ഏത് ഡിസൈനിലാണ് വേണ്ടിയത് അതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഞാനിവിടെ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡയമണ്ട് ഷേപ്പിലാണെങ്കിൽ ഡയമണ്ട് ഷേപ്പിലാണെങ്കിലും കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വാവ്, സൂപ്പർ അല്ലേ? വളരെ ടേസ്റ്റിയാണ് കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് വാക്കുകളില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമ്മൾ പേട വാങ്ങി കഴിക്കില്ലേ, അതേ ടേസ്റ്റിലാണ് നമ്മുടെ ഈ ഒരു സ്വീറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ പാല് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാക്കി കളയില്ല. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. പാല് പിരിഞ്ഞിട്ടില്ലെങ്കിലും ജസ്റ്റ് 1 ലിറ്റർ പാല് മേടിച്ചതിന് ശേഷം ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ വീണ്ടും കഴിച്ചു പോകും. ഗസ്റ്റുകൾ വരുമ്പോഴും കുട്ടികൾക്കാണെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോവും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്, അത്രയ്ക്ക് യമ്മിയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ഫെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. Thank you for watching and bye-bye.